السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، عن أبي ذر رضي الله عنه قال إن رسول الله صلى الله عليه وسلم قال لنا إذا غضب أحدكم وهو قائم فليجلس فإن ذهب عنه الغضب وإلا فليلتجئ. റവാഹു അബൂ ദാവൂദ്. പ്രിയപ്പെട്ട റിയാദു സ്വാലിഹീൻ ഹദീസ് ക്ലാസ്സിലെ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പ്രിയ പണ്ഡിതന്മാരെ, ഇമാം അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. പെട്ടെന്ന് ദേഷ്യം വരാറുണ്ടോ നിങ്ങൾ? അതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് മുത്തുനബി തങ്ങൾ നമുക്ക് വിശദീകരിച്ചു തരുന്ന വിശദീകരണമാണ്. അബീ ദർ റളിയല്ലാഹു അൻഹു എന്നവരിൽ നിന്ന് ഹദീസ് നിവേദനം. അവിടുന്ന് പറയുന്നു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ലനാ, തീർച്ചയായും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറഞ്ഞു, ഇദാ ഗളിബ അഹദുക്കും, നിങ്ങൾ ഒരാൾക്ക് ദേഷ്യം വന്നാൽ, നിങ്ങൾ ദേഷ്യം പിടിക്കുന്നവരാണെങ്കിൽ, ദേഷ്യം പിടിക്കാത്ത ആൾക്കാർ അപൂർവമാണ്. ദേഷ്യം നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു വിധേയമാണെങ്കിൽ, ഒരു വിധത്തിലുള്ള ദേഷ്യമാണെങ്കിൽ, വഹുവ ഖായിമുൻ, നിങ്ങൾ നിൽക്കുന്നവരാണെങ്കിൽ, ഫൽയജ്ലിസ്, അവൻ ഇരിക്കട്ടെ. നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ചില ആൾക്കാർക്ക് വല്ലാതെ ദേഷ്യം പിടിക്കും. ശൈത്താൻ ഒന്നും കൂടിയും ദേഷ്യത്തിനെ കടുപ്പിക്കും. അങ്ങനെ നിന്നുകൊണ്ട് നിങ്ങൾ ദേഷ്യം പിടിച്ചവരാണെങ്കിൽ നിങ്ങൾ അപ്പോൾ ഒന്ന് ഇരുന്നോട്ടെ. ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഏത് ചെയ്യണം എന്ന് ഒരാൾക്കും മനസ്സിലാകൂല. ചില ആൾക്കാർക്ക് നിയന്ത്രിക്കാൻ പറ്റൂല. അങ്ങനെയുള്ള ഒരു അവസരത്തിൽ നിങ്ങൾ അവിടെ ഇരുന്നു കൊള്ളട്ടെ. ഫൈൻ സഹബ അൻഹുൽ ഗളബു, ഇനി ആ ഇരുന്ന പാട് നിങ്ങളെ ദേഷ്യം പോയാൽ ഇൻഷാ അല്ലാഹ് ഖൈറാണ്. അങ്ങനെ ഇല്ല, ഇരുന്നിട്ടും ദേഷ്യം പോയിട്ടില്ലെങ്കിൽ ഫൽയൽതജി, അവൻ കിടക്കട്ടെ. അവനൊന്ന് കിടന്ന് എണീച്ചാൽ അവന്റെ ദേഷ്യം പോകുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാത്ത വിധമുള്ള ദേഷ്യക്കാര് നമ്മളെ കൂട്ടത്തിലുണ്ട്. പല കോപത്തിന് മെരിയാകുന്നവര്. ദേഷ്യം വന്നാൽ നമുക്ക് ആര് എന്നോ എന്ത് ചെയ്യണമെന്നോ ഒരു നിശ്ചയമില്ലാതെ പല അക്രമങ്ങളും അനീതിയും ചെയ്യാറുണ്ട്. എല്ലാം കോപം കൊണ്ടാണ്. ഇത് ശൈത്താൻ ഒന്നും കൂടിയും എരിവ് കൂട്ടുന്നതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് ആ കോപത്തിന് നിങ്ങൾ പലതും ചെയ്തു പോയി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ കോപം അടങ്ങിയിട്ടാകുമ്പോൾ നിങ്ങൾക്ക് തോന്നും, അല്ലാ, അത് ചെയ്യണ്ടായിരുന്നു. ആ കോപത്തിന് ചെയ്തു പോയതാണ്. നമ്മൾ പല ആൾക്കാരോടും പറയാറുണ്ടല്ലോ. അതുകൊണ്ട് ആ പ്രവണത അല്ലാഹുവേ എന്നിൽ നിന്ന് മാറ്റിത്തരണേ അല്ലാ. മുത്തുനബി തങ്ങൾ അതിന്റെ വഴി പറഞ്ഞു തരികയാണ്. നിങ്ങൾ നിൽക്കുന്നവരാണെങ്കിൽ ഇരിക്കണം, എന്നിട്ടും പോകുന്നില്ലെങ്കിൽ കിടക്കണം. മുത്തുനബിയുടെ ഓരോ മൊഴിമുത്തുകളിലും ഒരുപാട് ഹിക്മത്ത് അതിലൊക്കെ ഉണ്ട് മക്കളെ. ഒന്ന് പരീക്ഷിച്ചു നോക്കൂ, ഒന്ന് പരിശോധിച്ചു നോക്കൂ. മുത്തുനബിയുടെ മൊഴിമുത്ത് ഇത് വെറുതെയാണോ അല്ലയോ എന്ന്. വലിയ അക്രമം ചെയ്യാൻ വേണ്ടി നമ്മൾ വിചാരിച്ചിട്ടുണ്ടാകാം ഈ കോപത്തിൽ. അത് ശൈത്താൻ ഒന്നും കൂടിയും എരിവ് കൂട്ടുമ്പോൾ, അത് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിലായിത്തീരുമ്പോൾ നമ്മളൊന്ന് ഈ കോലത്തിൽ ഒന്ന് നോക്കിയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനും ഒരുപാട് പ്രതിഫലം അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് കിട്ടാനും സാധ്യതയുണ്ട്. വേറൊരു ഹദീസിൽ നമ്മൾ പഠിച്ചില്ലേ, ഇന്നമ ശദീദുല്ലദീ ലൈസ ശദീദു ബിസ്സുറഅ ഇന്നമ ശദീദുല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. ഗുസ്തിയിൽ ജയിക്കുന്നവനല്ല ശക്തിമാൻ, ദേഷ്യം വരുമ്പോൾ, കോപം വരുമ്പോൾ ആ കോപത്തെ അടക്കി ഒതുക്കി നിർത്തുന്നവനാണ് ശക്തിമാൻ എന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞ വേറൊരു ഹദീസിൽ ഉണ്ട്. അല്ലാഹു തആല ദേഷ്യത്തെ നിയന്ത്രിക്കുന്ന നല്ല ജനങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. മുത്തുനബിയുടെ ഓരോ മൊഴിമുത്തുകളും ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.